ശ്രീ പി ടി തോമസ്, താങ്കൾ ഇന്നലെ ആദ്യം അവിടെ എത്തിയ ആളായിരുന്നുവല്ലോ. എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ? ശ്രീ ജി സുരേഷ് കുമാർ, പോലീസിന്റെ അന്വേഷണം കൃത്യമായ ദിശയിൽ തന്നെ നീങ്ങുന്നുവെന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? ഇന്ന് തന്നെ പോലീസിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് പോലീസുകാർക്ക് ചില പ്രശ്നങ്ങൾ നേരിടുകയാണ്. അതായത് ഈ മുഖ്യപ്രതിയായ പൾസർ സുനി രക്ഷപ്പെട്ടു. ഇത് രക്ഷപ്പെടാൻ കാരണം സിനിമാക്കാരിൽ നിന്ന് തന്നെ സന്ദേശം കിട്ടിയത് കൊണ്ടാണെന്ന്. അതായത് ചില ഫോൺ വിളികൾ ഈ പൾസർ സുനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു കേസ് വന്നു എന്ന കാര്യം അതറിഞ്ഞ ഉടൻ രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ ഫോൺ സ്വിച്ച് ഓഫുമാണ്. അല്ല, എന്തായാലും പോലീസിൻ്റെ അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ അന്വേഷിക്കുന്ന വിദഗ്ധരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സാണ്. അതിൽ നമുക്കൊരു സംശയം ഇല്ല. പക്ഷേ ഈ സുനി എന്ന് പറഞ്ഞ ആൾ സ്ഥിരം ക്രിമിനലാണ്. അയാളെ എന്നേ പിടിച്ചകത്തിടേണ്ടതാണ്. ഇത് താമസിച്ചു എന്ന് വേണം ഞാൻ പറയാൻ. അയാളുടെ പേരിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്, സെൻട്രൽ സ്റ്റേഷനിൽ കേസുണ്ട്, പെരുമ്പാവൂർ സ്റ്റേഷനിൽ കേസുണ്ട്. എല്ലാ സ്റ്റേഷനിലും കേസുള്ള ഒരു പ്രതി ഇങ്ങനെ ഇറങ്ങി അയാളുടെ ഇഷ്ടത്തിന് നടക്കുകയാണ്. അവരൊക്കെ എന്നെ അറസ്റ്റ് ചെയ്യേണ്ട. അല്ല ശ്രീ സുരേഷ് കുമാർ, എല്ലായിടത്തും കേസുണ്ട് എന്ന് പറയുന്നത് സിനിമാക്കാർ തന്നെയാണ്. അപ്പോൾ സിനിമാക്കാർക്ക് തന്നെ അറിയാം ഈ ആൾ ക്രിമിനലാണ് എന്ന്. പിന്നെ വീണ്ടും ഓരോ താരങ്ങളുടെയും പ്രൊഡക്ഷൻ കമ്പനികളുടെയും ഒക്കെ ഡ്രൈവറായിട്ട് ഇതേ ആൾ തന്നെ വരികയാണ്. അപ്പോൾ സിനിമയിൽ ക്രിമിനൽ വൽക്കരണം ഉണ്ട് എന്ന് ഇന്ന് പറഞ്ഞ സംവിധായകൻ കമൽ അത് സ്വയം വിമർശനമാണ് നടത്തുന്നത്. ഇത് ആരായിരുന്നു ശ്രദ്ധിക്കേണ്ടത്? അല്ല, അങ്ങനെ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അത് സിനിമയ്ക്കകത്ത് ക്രിമിനൽ വൽക്കരണം ഉണ്ടെന്നൊന്നും ഞാൻ സമ്മതിക്കില്ല. എന്ന് വെച്ചാൽ അത് കമലിൻ്റെ അഭിപ്രായമായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ യൂണിയനുണ്ട്, ഡ്രൈവേഴ്സ് യൂണിയനുണ്ട്. വളരെ മിടുക്കന്മാരും സത്യസന്ധന്മാരുമായിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്നോ രണ്ടോ ആൾക്കാർ ക്രിമിനലായിരിക്കും, പക്ഷേ ഇതുപോലത്തെ കൊടും ക്രിമിനലുകളൊന്നും അതിൻ്റെ അകത്ത് കാണത്തില്ല. അതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറിയ ആരെങ്കിലും കാണുമായിരിക്കും. പക്ഷേ ഈ സുനി എന്ന് പറഞ്ഞ ആൾ ശരിക്കും സിനിമയിൽ നിന്ന് തന്നെയുള്ള വിമർശനമാണ് കേട്ടത്. അതെ, അത് ഞാൻ പറയുന്ന അദ്ദേഹത്തെ സംഘടനയുടെ ആളാണ് പറഞ്ഞത്. ഞാനും ഒരു സംഘടനയുടെ ആളായതുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്കും അതിൻ്റെ അകത്ത് അത്രയ്ക്ക് ക്രിമിനൽസ് ഉണ്ടെന്നോ അങ്ങനെ സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ല. കമലത് പറഞ്ഞെങ്കിൽ അത് കമലിൻ്റെ അഭിപ്രായമായിരിക്കും. ഞാനത് ഖണ്ഡിക്കുന്നു. എനിക്കത് പറയാനൊക്കില്ല സിനിമയ്ക്കകത്ത് ക്രിമിനൽസ് ഉണ്ടെന്നുള്ളത്. പിന്നെ ഒറ്റപ്പെട്ട എവിടെങ്കിലും അവിടെ ഒന്നോ രണ്ടോ കേസോ വഴക്കോ കാര്യങ്ങളോ അടിയോ പിടിയോ ഒക്കെ കൂടുന്നവരൊക്കെ ഉണ്ടാവാം. അല്ലാതെ ഇങ്ങനെ ഇതുപോലത്തെ ക്രിമിനൽസ് ഒന്നും സിനിമയ്ക്കകത്തുണ്ടാകും. ഇങ്ങനെ ഒരാൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫെഫ്ക എന്ന സംഘടനയുണ്ടല്ലോ, അവരുടെ മെമ്പർഷിപ്പ് എടുക്കണമല്ലോ. അതല്ലാതെ ജോലി ചെയ്യുവാൻ കഴിയുമോ? ഈ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ തന്നെ 1 ലക്ഷം രൂപ കൊടുക്കണം. ഇങ്ങനെ ഒരാൾ ഫെഫ്കയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അയാളെ പറ്റി ഒരു കാര്യവും, അയാൾ മുമ്പ് എന്തായിരുന്നു എന്ന ഒരു കാര്യവും അന്വേഷിക്കാതെയാണോ ഈ അംഗത്വം കൊടുക്കുന്നത്? അല്ല, ഇയാൾ ഫെഫ്കയിലെ മെമ്പറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ മെമ്പർഷിപ്പ് ഒന്നുമില്ല. ഇതിൻ്റെ അത് സംഭവം എന്തെന്ന് വെച്ചാൽ ഈ സുനി എന്ന് പറഞ്ഞ ആൾ ആദ്യം ജോണി സാഗരിയുടെ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുകേഷിൻ്റെ ഡ്രൈവറായി. എനിക്ക് തോന്നുന്നു ജയറാമിൻ്റെ കൂടെ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പേഴ്സണലായിട്ടുള്ളൊരു ഡ്രൈവറായിട്ടാണ് ഇയാൾ വന്നത്. അവിടെ മുതൽ ജോണിയുടെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇയാൾ പ്രശ്നമായിരുന്നുകൊണ്ട് ജോണി പറഞ്ഞു വിട്ടു. മുകേഷിൻ്റെ അവിടെ നിൽക്കുമ്പോൾ പ്രശ്നമായത് പറഞ്ഞു വിട്ടു. പക്ഷേ ഇത് പരസ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു യൂണിയനിലുണ്ടെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കിട്ടും, നമുക്ക് അറിയാനൊക്കും, നമുക്ക് അയാളെ എന്നേക്കുമായി പറഞ്ഞു വിടാൻ പറ്റും. ഇത് ഓരോ ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല ഇതാരാണെന്ന്. ഞങ്ങൾ തന്നെ പിന്നാണ് അറിയുന്നത് ഇത് ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരുന്നെന്നുള്ളത്. ഇപ്പോൾ ഈ 24 മണിക്കൂറിനിടയിലുള്ള അന്വേഷണത്തിലാണ് അറിയുന്നത് ഓരോരുത്തർ. അല്ലെങ്കിൽ ഇയാളെക്കുറിച്ച് ആരെങ്കിലും അറിയുമോ? ആരും അറിയത്തില്ല. ഒരാളുടെ കയ്യിൽ നിന്ന് മറിഞ്ഞു പോകുമ്പോൾ നമ്മളൊരു NOC വാങ്ങിച്ചുകൊണ്ടല്ല പോകുന്നത്. ഒരു ഡ്രൈവറെ കുറിച്ച് അന്വേഷിച്ചിട്ടല്ല ചില ആൾക്കാർ വെക്കുന്നത്. അങ്ങനെ പറ്റിയ അബദ്ധമാണ്. അപ്പം ഇയാളുടെ പേരിൽ എല്ലാ സ്ഥലത്തും കേസുണ്ടെന്ന് എനിക്ക് ഇന്നലെയാണ് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ആക്ട് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എനിക്ക് ഇന്ന് സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ ഒരു ഡ്രൈവർ ഒരു പയ്യൻ വിളിച്ചിട്ട് അവൻ്റെ ഒരു സ്ഥിതി പറയുകയാണ്. ഈ സുനി എന്ന് പറഞ്ഞ ആൾ അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് അവന് ഭീഷണിയാണ്, വീട്ടിൽ ഭീഷണി. താങ്കൾ ചോദിച്ചില്ലേ എന്താണ് പോലീസിന് ആക്ട് ചെയ്യാൻ താമസമുണ്ടായത് എന്ന്? പോലീസ് എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നില്ല? പോലീസിന് മുന്നിലുള്ള വൈഷമ്യം എന്ന് പറഞ്ഞത് പൾസർ സുനിക്ക് കൃത്യമായ വിവരം കിട്ടി, അത് സിനിമാക്കാരിൽ നിന്നാണ്. അതിനെ തുടർന്നാണ് രക്ഷപ്പെട്ടത്. അതാണിപ്പോൾ പോലീസുകാർ നിരത്തുന്ന വാദം. അല്ല, അതിനെക്കുറിച്ച് ഇപ്പം ഇവിടെ പറയുമ്പോഴാണ് കേൾക്കുന്നത്. ആര് കൊടുത്തു, ഇപ്പോൾ ആരെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞു കൊടുത്തു കാണും ഇവൻ്റെ കൂടെയുള്ളവർ. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ പോലീസുകാരും ഇയാളുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നു. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടായിരുന്നത് ഒതുക്കി തീർക്കാനായിട്ട് അത് പോയതൊരു പോലീസുകാരനാണ്. അപ്പം പോലീസുകാർ തന്നെയല്ലേ ഇതിന് കൂട്ടു നിൽക്കുന്നത്. 5 കൊല്ലം മുമ്പ് ഒരു കേസ് കൊടുത്തിട്ട് ഇയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ല. അങ്ങനെയെങ്കിൽ സിനിമയിലെ സൂപ്പർ ഡ്രൈവറാണ് പൾസർ സുനി. ശ്രീ പി ടി തോമസ്, താങ്കൾ മിനിയാന്ന് രാത്രി ആദ്യം ലാലിന്റെ വീട്ടിലെത്തിയ ആളായിരുന്നുവല്ലോ. താങ്കൾക്ക് അതിനുശേഷം നടന്ന സംഭവങ്ങളെ
എങ്ങനെ വിവരിക്കാൻ കഴിയും? താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പോൾ പോലീസിന്റെ സമീപനത്തെ? അന്ന് അവിടെ കണ്ട പോലീസിനെ തന്നെയാണോ അടുത്ത ദിവസവും കാണുന്നത്? അന്ന് താങ്കൾ എന്തെങ്കിലും സംശയത്തോടു കൂടി വീക്ഷിച്ചത് പിന്നീട് അത് ശരിയാണെന്ന തോന്നൽ ഇന്നുണ്ടായിട്ടുണ്ടോ? അല്ല, ഈ സംഭവത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നതിനപ്പുറം ഈ കാര്യങ്ങൾ ഈ സ്പീച്ച് മുറിഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ടൊരു പ്രശ്നമുണ്ട് എന്നതിനപ്പുറം ഇത് ഏറ്റവും വികാരപരമായ ഒരു വിഷയമാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ചില വീഴ്ചകളുണ്ട്. അതിലേറ്റവും ഗൗരവതരമായി ഞാൻ ഇന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട വീഴ്ചയെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ്റെ നിരുത്തരവാദിത്വപരമായ പ്രസ്താവനയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ ഒരു ചാനലിൽ എന്നോടൊപ്പം സംസാരത്തിന് വന്ന മറ്റൊരു സ്നേഹിതൻ അദ്ദേഹം പറഞ്ഞത് ഇവർ രണ്ടാളുകൾ ഇതിൽ കയറിയിട്ടല്ലേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്നാണ് അയാൾ ചോദിച്ചത്. അപ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്ന് വണ്ടി കയറി ഇടിച്ച് ഇവരെ പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ വണ്ടി ഇടിച്ചിട്ടാണ് ഈ വണ്ടിക്കകത്ത് കയറി ഇവരെ ഇത് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതിന് ചാനൽ ചർച്ചയിൽ വരുന്നവർ ചോദിക്കുകയാണ്, അവർക്ക് പരിചയമുള്ള ആളുകളല്ലേ ഇതിനകത്ത് കയറിയിരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സമീപനത്തോട് ഒരു യോജിപ്പുമില്ല. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഈ കാര്യത്തെ ഗൗരവതരമായി എടുത്തിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന 2-3 സംഭവങ്ങൾ ഇന്നലത്തെ ചർച്ചയിൽ ഞാനൊരു രാഷ്ട്രീയം പറഞ്ഞില്ല, പക്ഷേ ഇന്നങ്ങനെ പറയാൻ തോന്നുന്നു. ഒന്ന്, ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഒരാൾ പറയുന്നു. 2, ഏതോ ഒരു സ്ത്രീക്ക് എന്ന മട്ടിൽ ഏത് പിള്ള എന്ന് മുഖ്യമന്ത്രി ചോദിച്ച അതേ സ്വരത്തിലാണ് ഒരു സ്ത്രീക്കുണ്ടായ സംഭവം എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അതിനെ പ്രതികരിച്ചത്. ഈ കാര്യങ്ങളും TV ചർച്ചയിലെ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതിലെവിടെയോ ചില പന്തികേടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പോലീസ് സംവിധാനത്തിൽ ഏകദേശം എയർപോർട്ടിൻ്റെ അടുത്ത് മുതൽ പാലാരിവട്ടം വരെ വരണമെങ്കിൽ 6-7 സിഗ്നൽ പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഒരു സ്ഥലത്തും അതുപോലെ നിരവധി ക്യാമറകളുണ്ട്. ഈ ക്യാമറ നിരീക്ഷിക്കുന്നില്ല എന്നല്ലേ ഇപ്പം പറയുന്നത്. ഈ സംഭവം ഉണ്ടായത് ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ക്യാമറകൾ പോലീസ് ഒരിക്കലും നിരീക്ഷിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ്. അതിൽ നിന്ന് ഒരു ദൃശ്യവും കണ്ടുപിടിച്ചതായിട്ട് ഇതുവരെയും പറയുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അതോടൊപ്പം തന്നെ ഏകദേശം 11-12 മണിയാകുന്ന സമയത്താണ് ശ്രീ ലാലിൻ്റെ വീട്ടിൽ ആൻഡ്രോ ജോസഫിനോടൊപ്പം ഞാൻ ചെല്ലുന്നത്. അപ്പോൾ തന്നെ ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും ഈ സുനി എന്ന് പറയുന്ന ആളിൻ്റെ ഫോൺ നമ്പർ കിട്ടുകയും പോലീസ് അപ്പം തന്നെ മൊബൈൽ ടവർ കണ്ടുപിടിക്കാനൊരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ തന്നെ പോലീസ് അവിടെ നിൽക്കുന്ന ചുരുക്കം ചില പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം ഗിരിനഗറിനും പനമ്പള്ളി നഗറിനും ഇടയിൽ മൊബൈൽ ടവറിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് ആളെ കസ്റ്റഡിയിൽ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ IG വിജയനെ വിളിച്ച് സംസാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചിട്ടാണ് ഈ യുവ നടിയോട് എൻ്റെ ഫോണിലാണ് 15-20 മിനിറ്റ് സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞ് സിറ്റി കമ്മീഷണറെ ഞാനാണ് ആദ്യം വിളിച്ചു പറയുന്നത്. ശരി, ശ്രീ PT തോമസ്, അപ്പോൾ മറ്റൊരു കാര്യം സംശയിക്കാനുള്ളത്, പോലീസ് ഇന്ന് പുറത്തുവിടുന്ന വിവരങ്ങൾ ഈ പൾസർ സുനിക്ക് സിനിമാക്കാരിൽ നിന്ന് തന്നെ സന്ദേശം കിട്ടി, അതനുസരിച്ചാണ് രക്ഷപ്പെട്ടത് എന്ന്. പക്ഷെ താങ്കൾ അവിടെ നിൽക്കുന്ന സമയത്ത് പോലീസ് മാത്രമല്ലേ പൾസർ സുനിയുടെ നമ്പറിൽ വിളിച്ചിട്ടുള്ളൂ? അങ്ങനെയല്ലേ ഇത് കേസെടുത്തു എന്ന രീതിയിൽ ഈ പൾസർ സുനിക്ക് സംഭവം മനസ്സിലാകുന്നുള്ളൂ? പരാതി കൊടുക്കില്ല എന്ന ധൈര്യത്തിലാണ് പൾസർ സുനി ഇങ്ങനെ ചെയ്തത് എന്ന് പോലീസ് പറയുന്നു. അപ്പോൾ സിനിമാക്കാരിൽ നിന്നും സന്ദേശം കിട്ടി എന്ന് പറയുന്നത് നുണയാണോ? താങ്കളും ഉണ്ടായിരുന്നുവല്ലോ ആ സമയത്ത് ലാലിൻ്റെ വീട്ടിൽ. അല്ല, അവിടെ ആകെ ഉണ്ടായിരുന്ന സിനിമാക്കാർ എന്ന് പറയുന്നത് ഒന്ന് ലാലും ഒന്ന് ആൻഡ്രോ ജോസഫുമാണ്. ഇവർ രണ്ടുപേരും സ്വന്തം മക്കൾക്കോ സഹോദരിക്കോ ഒരു വിഷമം ഉണ്ടായാൽ അതിനെ എങ്ങനെ കാണുന്നു ആ രീതിയിലാണ് ലാലിൻ്റെ കുടുംബമൊക്കെ അവിടെ പെരുമാറിയതൊക്കെ എത്രയോ ഹൃദയസ്പൃക്കായ ഒരു കാഴ്ചയായിരുന്നു. അതുകൊണ്ട് അവർ ആരെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് ഒരു സംശയവും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ എനിക്ക് കാണാനും കഴിഞ്ഞിട്ടില്ല. വളരെ ഗൗരവതരമായ കാര്യം, പോലീസ് തൃക്കാക്കര AC ഇവിടെ ഇന്ന ടവറിൻ്റെ കീഴിൽ അയാളുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും പിടിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഞാൻ ഇടപെടുകയാണ്. ശ്രീ ടോവിനോ തോമസ്, താങ്കൾ ഈ സംഭവത്തിനെതിരെ പ്രതികരിച്ച
ചുരുക്കം ചില ആളുകളിൽ ആദ്യത്തെ ആൾ ആയിരുന്നുവല്ലോ. ടോവിനോ, ഇപ്പോൾ വിഷമം തോന്നുന്നുണ്ടോ ഇത്ര സമയമായിട്ടും പോലീസിന് ഈ സംഭവത്തിൻ്റെ മുഖ്യ ആസൂത്രകനെ കണ്ടെത്താൻ കഴിയാത്തതിൽ? ആദ്യത്തെ കാര്യം തന്നെ ഞാൻ നിങ്ങൾ വിശേഷിപ്പിച്ച പോലെ ഒരു സംഘടനയുടെയോ ആളായിട്ടോ അല്ലെങ്കിൽ ഒരു നടനായിട്ടോ അല്ല അവിടെ വന്ന് ഇരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടല്ല ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പോലീസ് ഇയാളെ പിടിക്കാത്തതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ, പോലീസ് ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം അവരെ കൊണ്ട് കഴിയുന്ന ആൾക്കാരെയൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ പിടിക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുമുണ്ട്. പിന്നെ ഈ പറയുന്ന സിനിമാക്കാരുടെ കയ്യിൽ നിന്നാണ് ഈ ന്യൂസ് ചോർന്നിരിക്കുന്നത് പറയുന്നത് അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സിനിമാക്കാരെ അറിയുന്നതിന് മുമ്പ് ഇവിടെ ഓൺലൈൻ മീഡിയാസൊക്കെ ഇത് അറിഞ്ഞ് അത് അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ ഈ വാർത്തകളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആരെങ്കിലും സിനിമാക്കാർ വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതിനേക്കാളും മുമ്പ് മണത്തറിയുന്ന ഓൺലൈൻ മീഡിയാസ്, ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത മീഡിയാസ് ഉണ്ട്. ഈ പോലീസ് അന്വേഷണം നടക്കുമ്പോൾ ഇതിൻ്റെ പോലീസ് അന്വേഷണത്തിൻ്റെ ഓരോ സ്റ്റെപ്പും വിളിച്ചു പറയുന്ന ഓൺലൈൻ മീഡിയാസും മറ്റു മീഡിയാസും ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെയൊക്കെ ചോദ്യം ചെയ്തതിന് ശേഷം ഈ പറയുന്ന പോലെ സിനിമാക്കാരെയൊക്കെ ചോദ്യം ചെയ്യാം നമുക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ നടന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ റൂട്ട് കോസ് നോക്കുകയാണെങ്കിൽ ഈ തെറ്റ് ചെയ്യാനായിട്ട് ഇയാൾക്ക് ധൈര്യം വന്നെങ്കിൽ അത് ഇവിടുത്തെ ജുഡീഷ്യറിയുടെ ഒരു പോരായ്മ തന്നെയാണ്. കാര്യം വെറും നിയമങ്ങൾ മാത്രം അധിഷ്ഠിതമല്ലാതെ കോമൺ സെൻസ് കൂടെ ഉപയോഗിക്കുന്ന രീതിയിൽ ഇവിടുത്തെ നിയമങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. പക്ഷെ അതേസമയം തന്നെ ടോവിനോ, അതേസമയം തന്നെ ഇതേ ആൾ തന്നെ ഇതേ രംഗത്ത്, സിനിമാ രംഗത്ത് തന്നെ പല ആളുകളുടെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ചുവല്ലോ. ഈ സിനിമാക്കാർക്ക് തന്നെ അറിയാവുന്നതല്ലേ ഇയാളൊരു ക്രിമിനലാണ് എന്ന കാര്യം? അയാൾക്കെതിരെ കേസുമായിട്ട് ആരും മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. ഇതിനു മുൻപും പല കേസുകളിൽ പെട്ടെങ്കിലും ആ കേസുമായി മുന്നോട്ട് ആരും പോയില്ല. അവിടെ പോലീസിനെയോ അല്ലെങ്കിൽ ജുഡീഷ്യറിയോ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയാകുമോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ പിന്നെ സിനിമയിലുള്ള ആൾക്കാർ പിന്നെ എന്ത് ചെയ്യണം? ഇയാളെ നമുക്ക് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാന്നല്ലാതെ നമുക്ക് നിയമം കയ്യിലെടുത്ത് ഇയാളെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? പറ്റില്ലല്ലോ, അത് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഈ പൾസർ സുനി എന്ന് പറയുന്ന ഒരാളെ പറ്റി ഞാൻ കേൾക്കുന്നത് തന്നെ ഇന്നലെയാണ്, അല്ലാതെ എനിക്ക് ഇയാളെ നേരിട്ട് അറിയാവുന്ന ആളുമല്ല. അപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അങ്ങോട്ടും തിരിച്ചറിഞ്ഞോളൊന്നുമില്ല. പിന്നെ ഇയാൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കൃത്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും, പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടാണല്ലോ അയാൾക്കെതിരെ കേസുകളുള്ളത്. പിന്നീട് അയാൾ എങ്ങനെ വർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇയാൾ മറച്ചു വെച്ചിട്ട് വന്നിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ. നമുക്കൊരാളെ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി അയാൾ എത്ര കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് സംവിധാനം വേണമായിരുന്നു. അത് ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ശരി ടോബിനോ, ഞാൻ ഇടപെടുകയാണ്. ശ്രീ വിനയൻ, ഇങ്ങനെ ഈ പൾസർ സുനിക്ക് യഥേഷ്ടം വിഹരിക്കുവാൻ സിനിമാ രംഗത്ത് സൗകര്യമുണ്ടായത് സിനിമാക്കാർക്ക് എപ്പോഴും, ഇപ്പോൾ ടോവിനോ പറഞ്ഞതുപോലെ, ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഡ്രൈവറായിട്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ പിന്നാമ്പുറ കഥകൾ മുഴുവനും അന്വേഷിക്കുവാൻ കഴിയുകയില്ല. തിരക്കിട്ട ഒരു മേഖലയാണ്. അങ്ങനെ അബദ്ധത്തിൽ, ഇപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞത് അബദ്ധം പറ്റിപ്പോയി എന്നാണ്, സിനിമാക്കാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന്. ഇന്ന് ക്രിമിനൽ വൽക്കരണം ഈ മേഖലയിൽ ഉണ്ട് എന്ന് കമൽ പറയുമ്പോൾ നേരത്തെ തന്നെ അദ്ദേഹം ഇത് തിരിച്ചറിയേണ്ടതായിരുന്നില്ലേ? അല്ല, ക്രിമിനൽ വൽക്കരണം ഉണ്ടെന്ന് കമൽ അങ്ങനെ പറഞ്ഞെങ്കിൽ, കമലായിരുന്നു ഇതുവരെ ഈ ഫെഫ്കയുടെ പ്രസിഡൻ്റായിട്ടിരുന്ന ആൾ. അപ്പോൾ അതെങ്ങനെ ഉണ്ടായെന്നുള്ളത് കമൽ തന്നെ പറയേണ്ടതാണ്. ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് തോന്നുന്നു അതൊരു പരിധിവരെ നമ്മുടെ ഒരു നോട്ടക്കുറവിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതൊരു നിസ്സാര കാര്യമായിട്ട് സംഭവിച്ചു പോയൊരു ക്രിമിനൽ കുറ്റം അല്ലല്ലോ മഞ്ജുഷേ. ഇത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരവസ്ഥയല്ലേ? ഇത് ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലില്ലേ നാളുകളായിട്ടുള്ള? ഇപ്പം നമുക്ക് ഈ അടുത്ത കാലത്ത് ഇത്തരം ഒരു സംഭവത്തെപ്പറ്റി പറയാൻ പറ്റുന്നത് നേരത്തെ ഉണ്ടായ ഡൽഹിയിലെ നിർഭയ കേസാണ്. നമുക്കറിയാമല്ലോ, ആ കുട്ടി രാത്രിയിൽ ഒരു ബസ് കാത്തു നിന്ന് വീട്ടിൽ പോകാനായിട്ട് കൈ കാണിച്ച് കയറിയപ്പോൾ അതിനകത്ത് കുറേ മയക്കുമരുന്ന് ഒക്കെ ഉപയോഗിച്ച കുറേ ജീവനക്കാരുണ്ടായിരുന്നു. അവർ ആ കുട്ടിയെ മാനഭംഗപ്പെടുത്തി, അവസാനം ആ കുട്ടിയെ എതിർത്തു, ആ കുട്ടിയെ വലിച്ച് വെളിയിലിട്ടു, ആ കുട്ടി മരിച്ചുപോയി. അതിന് ഇന്ത്യ മുഴുവൻ കാളിയ ഒരു സംഭവമാണ്. ഭയങ്കര പ്രതിഷേധം ഇന്ത്യ മുഴുവൻ ഉണ്ടായതാണ്. അതിനെക്കാട്ടിലും വളരെ സീരിയസ് അല്ലേ ഈ സംഭവം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇത് വളരെ പ്ലാൻഡായിട്ട് മലയാളത്തിലും തെന്നിന്ത്യയിലും അറിയപ്പെടുന്ന ഒരു പ്രശസ്തയായ നടിയെ കൂടെ വർക്ക് ചെയ്യുന്ന 4-5 പേർ ചേർന്ന് അത് ആ കുട്ടിയെ വണ്ടിയിൽ വരുമ്പോൾ വളരെ പ്ലാൻഡായിട്ട് നാടകീയമായിട്ട് ആ കുട്ടിയെ വേറെ വണ്ടിയിലോട്ട് ഡ്രൈവറെ മാറ്റിയിട്ട് വേറെ ആൾക്കാർ കയറുക, ആ കുട്ടിയെ ആക്രമിക്കുക. ഈ എറണാകുളം പോലുള്ള വളരെ തിരക്കേറിയ സ്ഥലത്ത്